ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം കർത്താവിന്റെ കൂടെ താമസിക്കുവാൻ നീ ആഗ്രഹിക്കുന്നുവോ എന്നതിനെ കുറിച്ചാണ്. വെളിപാടിന്റെ പുസ്തകം 3-ാം അധ്യായം 20-ാം തിരുലിഖിതം. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവൻ്റെ അടുത്തേക്ക് വരും, ഞാൻ അവനോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമുക്ക് നേരിട്ട് പറയാം. വെളിപാട് 3:20. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞാൻ അവനോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിന്റെ ഒരു ആഗ്രഹമാണ് സഹവാസത്തിലുള്ള ഒരു ജീവിതം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ഈ കാര്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ജീവിതത്തിന്റെ പ്രത്യേക അന്തരീക്ഷങ്ങളിൽ നമ്മൾ ഇന്ന് ഇപ്പോൾ ഇത് വചനം കേൾക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ചിലപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കാം, ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരിക്കാം. എങ്കിലും എളിമപ്പെട്ട് ഇപ്പോൾ നാം കർത്താവിനോട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞ നാളുകളിൽ അഭിഷേകാഗ്നി പ്രോഗ്രാമിന്റെ സമയത്ത് എളിമപ്പെട്ട് പ്രാർത്ഥിച്ച 1-2 പേരുടെ അനുഭവങ്ങൾ ഇപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ മോള് അന്നയ്ക്ക് വേണ്ടിയാണ് പറയണത്. ഞങ്ങൾ മാളയെന്ന് വരുന്നു. ആള് ബഡ്സ് ഇട്ട് ചെവി പൊട്ടി 80% ഹോൾ വന്നതാണ്. അത് ഡോക്ടർ പറഞ്ഞു ഹീലായി കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അഭിഷേകാഗ്നി കണ്ട് ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ അത് മാറി കിട്ടി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കുക, ചെവിയില് ഡയഫ്രത്തിന് 80% ഹോള് വന്നതാണ്. പക്ഷേ അഭിഷേകാഗ്നിയുടെ സമയത്ത് കരഞ്ഞ് യേശുവിനോട്, അത് ട്രീറ്റ്മെന്റ് ഇരുന്ന ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ഇരുന്നൊരു വിഷയമാണത്. അത് കുട്ടി, ഞാൻ ഈ ഹോള് വഴി ഇതുവഴി പ്രശ്നം, ഞാൻ മരിച്ചു പോകും എന്ന വലിയ മരണ ഭയത്തിലിരിക്കുന്ന കുട്ടിയായിരുന്നത്. അത് പഴുപ്പ് മറ്റ് ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. അതിലേക്കാണ് ഈ വചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിന്റെ വചനത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിച്ച് അത് തൽക്ഷണം സൗഖ്യം പ്രാപിച്ചു. പിന്നെ ഡോക്ടർമാരെടുത്ത് കൊണ്ടുചെന്നു. ഡോക്ടർമാർ പറഞ്ഞു, ഈ ഒരു രോഗം ഇവിടെ കാണാനില്ലെങ്കിൽ ഇതിന് ചികിത്സിക്കണ്ടെന്ന് പറഞ്ഞു. ആ കുടുംബം അങ്ങനെ പുറപ്പെട്ട അട്ടപ്പാടി വന്ന് ഈ കാര്യം സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിഷേകാഗ്നി വചന ശുശ്രൂഷ നടക്കുമ്പോൾ, വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് കുടുംബങ്ങളിലും രോഗികളുടെ മേൽ ഇടപെടുന്നു. ഇതാ മറ്റൊരു കുടുംബത്തിന്റെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് റോസി, സ്ഥലം ചാലക്കുടി അടുത്ത്. എനിക്ക് ഇപ്പൊ കൊന്ത ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കാനൊക്കെ ഇരിക്കുമ്പോഴും എപ്പോഴും ഉറക്കം തൂങ്ങി കണ്ണ് തുറക്കാൻ തന്നെ പറ്റില്ല. അതേപോലെയാണ് നമുക്ക് ഒരുവിധം മര്യാദയ്ക്ക് ഉറക്കാണ്. പക്ഷെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ കണ്ണ് നിന്ന് കൺപോൾ എങ്ങനെ പൊളിക്കാൻ അതുമാതിരി പൂര ഉറക്കം. അങ്ങനെ പ്രാർത്ഥനയുടെ സമയത്ത് മാത്രമല്ലേ ഉള്ളൂ. അതെ, അങ്ങനെ അഭിഷേകാഗ്നി കണ്ട് ഓരോരുത്തരുടെ സാക്ഷ്യം കേട്ടപ്പോ ഞാനും പറഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ഇത് മാറി കിട്ടണമെങ്കിൽ ഞാനും സാക്ഷ്യം പറയാമെന്ന്. അങ്ങനെ പല പ്രാവശ്യം കണ്ട് എൻ്റെ കൊന്ത ചെല്ലുമ്പോഴും ഉള്ള ഉറക്കം പൂർണ്ണമായിട്ട് മാറി കിട്ടി. നല്ല ക്ലിയർ ആയി. ഇപ്പൊ നല്ല നന്നായിട്ട് തെളിവോടെ ഇരുന്ന് കൊന്ത ചെല്ലാനും പ്രാർത്ഥന ചെല്ലാനും ഒക്കെ സാധിക്കുന്നുണ്ട് അല്ലേ? നമുക്ക് ഒരു വിഷമം നോക്ക്, പ്രാർത്ഥന കണ്ണ് പിന്നെ ശരിക്കും നനക്കാൻ പോലും പറ്റാത്തത്. അങ്ങനെ എന്താ സ്ഥിതി? അതങ്ങോട്ട് മാറി. ശരിക്കും ഇടയ്ക്കൊന്ന് തുറക്കാൻ പോലും പറ്റില്ല. അതേപോലെ എപ്പം നോക്കിയാലും കൊന്ത കയ്യിലെടുത്താ ഉറക്കം വരും. പിന്നെ തീരുന്നത് വരെ അങ്ങനെ അപ്പൊ വീട്ടുകാരല്ല എന്ത് പറയും? കുട്ടികളും വീട്ടിലുള്ളവരൊക്കെ കുറെ വഴക്കൊക്കെ പറയാറുണ്ട്. പിന്നെ ഞാൻ ചിലപ്പോ നടന്നൊക്കെ കൊണ്ടെത്തിക്കും, അപ്പൊ കുഴപ്പമില്ല. വീട്ടിലൊക്കെ നിൽക്കുമ്പോഴേ അതായതെന്നറിയോ, അമ്മച്ചി ഗതികെട്ട് ഇനി ഇത് എങ്ങനെയെങ്കിലും ഇരുന്ന അപ്പൊ ഉറപ്പാണ്. അപ്പൊ എന്ത് ചെയ്യും? അമ്മച്ചി നടന്നുമൊക്കെ നോക്കി അങ്ങനെ ഒരു സന്ധ്യാപ്രാർത്ഥന രംഗം ചിന്തിച്ച് നോക്ക്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വേദന
ടി വിയിൽ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അനേകം വ്യക്തികൾ സാക്ഷ്യപ്പെടുത്തുന്നത് കണ്ടു. ഉടനെ ഈ അമ്മച്ചിക്ക് മനസ്സിലായി ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. എൻ്റെ ഈ പ്രശ്നം ഇവിടെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് വീട്ടിൽ കിടന്ന് വഴക്ക് കൂടിയിട്ട് കാര്യമില്ല. ഞാൻ ദൈവത്തോട് പറയും. അങ്ങനെ കർത്താവിനോട് പറഞ്ഞ്, കർത്താവേ എൻ്റെ ഉറക്കമൊന്ന് മാറ്റി തരണം. അതോടുകൂടി കർത്താവും കേട്ടപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. നമുക്ക് ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബങ്ങളിലും കുടുംബമായിട്ട് എഴുന്നേറ്റ് നിന്ന് കർത്താവിനെ ആരാധിക്കാൻ പോവുകയാണ്. ഓരോ കോൺവെന്റിലും ഒരുമിച്ച് ഒരു കൂട്ടായ്മയായി കർത്താവിനെ ആരാധിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, എഴുന്നള്ളി വരണമേ, എഴുന്നള്ളി വരണമേ. ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും, എല്ലാ കുടുംബങ്ങളിലേക്കും, സമൂഹങ്ങളിലേക്കും, സ്ഥാപനങ്ങളിലേക്കും ഇപ്പോൾ വ്യാപരിക്കണമേ, ഇപ്പോൾ വ്യാപരിക്കണമേ. ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്ന ബാലികാ ബാലന്മാരെ അനുഗ്രഹിക്കണമേ, പരിശുദ്ധാത്മാവേ, തകർന്ന കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങൾ ഉയർത്തി നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. അഗ്നിയായി നിറയണമേ, പരിശുദ്ധാത്മാവേ, അഗ്നിയായി നിറയണമേ. പാപത്തി ശക്തി മേരി അഗ്നിയയക്കൂ, പരിശുദ്ധാത്മാവേ, രോഗത്തി ശക്തി മേരി അഗ്നിയയക്കൂ, പരിശുദ്ധാത്മാവേ, ശക്തി മേരി അഗ്നിയയക്കൂ. ദൈവശക്തിയെ ദൈവമേ അഗ്നിയയക്കൂ, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ശക്തി മേരി അഗ്നിയയക്കൂ, കൈകളടിച്ച് രോഗത്തി ശക്തി മേരി അഗ്നിയയക്കൂ, വിശ്വാസത്തോടെ ശക്തി മേരി അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ, ദൈവമേ അഗ്നിയയക്കൂ, എല്ലാവരും ചേർന്ന് പാപത്തി ശക്തി മേരി അഗ്നിയയക്കൂ, രോഗത്തി ശക്തി മേരി അഗ്നിയയക്കൂ, ശക്തി മേരി അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ, ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവേ ഈ സമൂഹത്തിലേക്ക് വ്യാപരിക്കണമേ, കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ. എല്ലാ ദൈവമക്കളും ഇപ്പോൾ വിശ്വാസത്തോടെ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നു. അനുഭവമുള്ളവരില്ലാത്തവരെല്ലാവരും കൈയടിച്ച് പാട്ടുപാടി പരിശുദ്ധാത്മ അഭിഷേകത്തിന് ഒരുങ്ങുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്നെ ഭരണം ചെയ്തിടുന്നു, പരിശുദ്ധാത്മാവേ, പാപം ചെയ്യാൻ ഭോഗം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. പരിശുദ്ധാത്മാവേ, പാപങ്ങളാൽ വന്ന ദോഷങ്ങളെന്നെ ഭരണം ചെയ്തിടുന്നു, ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, ചെയ്യാൻ ഭോഗം നൽകി ശക്തിയായി ഉണർന്നിടുന്നു. ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവേ അഗ്നിയായി നിറയണമേ, എല്ലാവരും ചേർന്ന് ആത്മാവേ അഗ്നിയായി നിറയണമേ. കൈകളടിച്ച് പാപത്തി ശക്തി മേരി അഗ്നിയയക്കൂ, രോഗത്തി ശക്തി മേരി അഗ്നിയയക്കൂ, ഒന്നിച്ച് കൈയടിച്ച് ശക്തി മേരി അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, കുടുംബങ്ങൾ ഒന്നിച്ച് പാപത്തി ശക്തി മേരി അഗ്നിയയക്കൂ, പരിശുദ്ധാത്മാവേ, രോഗത്തി ശക്തി മേരി അഗ്നിയയക്കൂ, എല്ലാ രോഗങ്ങളും മാറട്ടെ, ശക്തി മേരി അഗ്നിയയക്കൂ, അന്ധകാരങ്ങൾ തകരട്ടെ, ആത്മാവ ദൈവമേ കോട്ടകൾ തകരട്ടെ, പാപത്തി ശക്തി മേരി പൈശാചിക പിടിച്ചു പോകട്ടെ, രോഗത്തി വ്യാധികൾ ഒഴിഞ്ഞു പോകട്ടെ, കുടുംബങ്ങൾ അഭിഷേകം പ്രാപിക്കട്ടെ, ശക്തി നിറയട്ടെ. ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ. രണ്ട് കരങ്ങൾ ഉയർത്തി എല്ലാ ദൈവമക്കളും ഉറക്കെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
എല്ലാ കുടുംബങ്ങളുടെ മേല് പരിശുദ്ധാത്മാവേ നിറയണമേ. ദാസന്മാരുടെ മേൽ പരിശുദ്ധാത്മാവേ നിറയണമേ. ഓരോ രോഗികളുടെ മേല് പരിശുദ്ധാത്മാവേ നിറയണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവേ നിറയണമേ. ഓരോ കോൺവെന്റിന്റെ മേല് പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മീയ ഉണർവ് നഷ്ടപ്പെട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവേ നിറയണമേ. ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവരുടെ മേൽ പരിശുദ്ധാത്മാവേ നിറയണമേ. മനപ്രയാസത്തിൽ ഇരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവേ നിറയണമേ. ആത്മഹത്യ ചിന്തകളാൽ പീഡിപ്പിക്കപ്പെടുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ 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 ആത്മാവേ അഗ്നിയായി നിറയണമേ. പരിശുദ്ധാത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തി ശക്തിവേദി അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ രോഗത്തി ശക്തിവേദി അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ ശക്തിവേദി അഗ്നിയയക്കൂ. ദൈവത്തിന്റെ ആത്മാവേ ദൈവമേ അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ ശക്തിവേദി അഗ്നിയയക്കൂ. ഇപ്പോൾ നിറയണമേ. രോഗത്തി ശക്തിവേദി അഗ്നിയയക്കൂ. ഓരോ കുടുംബങ്ങളിലേക്ക് നിറയണമേ. ശക്തിവേദി അഗ്നിയയക്കൂ. ഓരോ അവസ്ഥകളിലേക്ക് നിറയണമേ. ദൈവമേ അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ ആത്മാവാം ദൈവമേ അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ ആത്മാവാം ദൈവമേ പരിശുദ്ധാത്മാവേ ആരാധന 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 ഹല്ലേലൂയ 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 ആരാധന 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന യേശുവേ ആരാധന. യേശുവേ സ്തോത്രം യേശുവേ സ്തോത്രം. വെളിപാടിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 20-ാമത്തെ തിരുലിഖിതം. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും, ഞാൻ അവനോടുകൂടെ ഭക്ഷിക്കുകയും ചെയ്യും. ദൈവവചനത്തിന്റെ ഒരു വാഗ്ദാനമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും ഇരുന്ന് ദൈവവചനത്തിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിനെ സന്തോഷിപ്പിക്കുന്ന വലിയ ഒരു കാര്യമാണ് കർത്താവിന് വേണ്ടി ഹൃദയം തുറക്കുക എന്നുള്ളത്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് ഭൂമിയിൽ ഓരോ വിധത്തിലും അനേകർ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. ദൈവത്തിന്റെ ഒരു കൂട്ടുകെട്ട്, ദൈവം കൂടെ വസിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷ ആളുകളും. ദൈവത്തിന്റെ കൂടെ താമസിക്കണം, ദൈവം എൻ്റെ കൂടെ താമസിക്കണം, എനിക്ക് ദൈവത്തെ പ്രീതിപ്പെടുത്തണം, ഇങ്ങനെയുള്ള ആത്മീയ ആഗ്രഹങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട ജീവിതങ്ങളാണ് അനേക ജീവിതങ്ങൾ എന്നുള്ളത് ഒരു സത്യമാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നാൽ അവർ ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പല പല കാര്യങ്ങളിൽ മുഴുകി ചില കാര്യങ്ങൾ വിട്ടുപോവുകയാണ്. ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബൈബിളിൽ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുള്ള അതിപ്രധാനമായ ഒരു മാർഗമാണ് നമ്മുടെ പാപങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ഹൃദയം തുറക്കുക എന്ന്? പാപം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വ്യക്തി തന്റെ ഹൃദയം ദൈവത്തിന് വേണ്ടി അടച്ചിട്ടിരിക്കുകയാണ്. ഒരു വ്യക്തി തന്റെ ജീവിതം, തന്റെ ഹൃദയം ദൈവത്തിനെതിരെ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് യേശു പറയുകയാണ്, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ സ്വരം കേട്ട് വാതിൽ തുറന്നു തന്നാൽ ഞാൻ അവന്റെ അടുത്തേക്ക് വരും. ഇതിനെക്കുറിച്ച് കുറച്ചും കൂടെ വിശദമായിട്ടൊരു വചനം നമ്മൾ വായിക്കുന്നുണ്ട്. അത് യെശയ്യാ പ്രവചനത്തിൽ 57-ാം അധ്യായത്തിലെ 15-ാം തിരുലിഖിതത്തിലാണ്. വചനം പഠിപ്പിക്കുകയാണ്, അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. വചനം നമുക്ക് ഏറ്റി പറയാം. യെശയ്യാ 57:15. അനുതാപികളുടെ ഹൃദയത്തെയും വിനീതരുടെ ആത്മാവിനെയും നവീകരിക്കാൻ ഞാൻ അവരോട് കൂടെ വസിക്കുന്നു. ദൈവം ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കുന്നു എന്ന് വചനം വെളിപ്പെടുത്തുകയാണ്. ആരുടെ കൂടെയാണ്? അനുതാപികളുടെ കൂടെ.
അനുതാപമുള്ളൊരു ഹൃദയം, വിനീതമായൊരു മനസ്സ്. അപ്പോൾ അനുതാപവും എളിമയും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൂടെ താമസിക്കാൻ തക്കവണ്ണം ദൈവത്തിന് നമ്മളോട് ഇഷ്ടം വർദ്ധിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ കൂടെ വന്ന് താമസിക്കണം തോന്നാൻ തക്കവിധം ദൈവത്തിന് നമ്മളോട് ഇഷ്ടം കൊണ്ടുവരുന്ന ഒരു കാര്യമാണ് അനുതാപം. നമ്മുടെ പാപത്തെ കുറിച്ച് അനുതപിക്കുക, നമ്മുടെ ദുഷ്ടപ്രവൃത്തികളെ കുറിച്ച് പശ്ചാത്തപിക്കുക, ഹൃദയം കൊണ്ട് നന്നായിട്ട് ഉരുകി ദൈവസന്നിധി പ്രാർത്ഥിക്കുക. ഇതിനെക്കുറിച്ച് 51-ാം സങ്കീർത്തനത്തിൽ 16-ഉം 17-ഉം തിരുലിഖിതങ്ങൾ. ബലികളിൽ അങ്ങ് പ്രസാദിക്കുന്നില്ല, ഞാൻ ദഹനബലി അർപ്പിച്ചാൽ അങ്ങ് സന്തുഷ്ടനാവുകയുമില്ല. ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. Praise the Lord. Praise the Lord. ഉരുകിയ മനസ്സ് ദൈവത്തിന് സ്വീകാര്യമായ ബലി, ദൈവത്തിനെ പ്രീതിപ്പെടുത്തുകയാണത്. അപ്പോൾ ഒരു ദൈവ പൈതൽ ദൈവത്തെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മുടെ കൂടെ ഒന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തിന്റെ കൂടെ ഒന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവവചനം നമുക്ക് നൽകുന്ന ഒരു കാര്യമാണ് ദൈവത്തിന് മുമ്പിൽ ഉരുകിയ മനസ്സോടെയുള്ള പ്രാർത്ഥന, അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെയുള്ള ഒരു ജീവിതം. അത് വലിയ ഒരു ഔന്നത്യമാണ്. ഉറക്കെ പറയാ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 35-ാം അധ്യായത്തിൽ 3-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, ദുഷ്ടതയിൽ നിന്ന് ഒഴിയുക കർത്താവിന് പ്രീതികരമാണ്, അനീതി പരിവർജിക്കുക പാപ പരിഹാര ബലിയാണ്. Praise the Lord. Praise the Lord. യെശയ്യായുടെ പ്രവചനത്തിൽ 58-ാം അധ്യായം അതിൽ 6-ഉം 7-ഉം തിരുലിഖിതങ്ങൾ. ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. Praise the Lord. Praise the Lord. യഥാർത്ഥ നമ്മൾ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ഉപവാസം എടുക്കുകയാണ്. ആ കുറെ പേര് ഉപവാസം എടുത്ത പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകൻ സംസാരിക്കുകയാണ്. ദൈവം പറയാണ്, എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്താണ്? ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുക, മർദ്ദനം അവസാനിപ്പിക്കുക, അനീതി അവസാനിപ്പിക്കുക, ദുഷ്ടത അവസാനിപ്പിക്കുക, പാപം അവസാനിപ്പിക്കുക. ഇതല്ലേ എന്നെ സന്തോഷിപ്പിക്കുന്നത് എന്ന് ദൈവം ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യത്തെക്കുറിച്ച് ദൈവപുത്രനായ യേശുവിന്റെ ഉപദേശം നാം സ്വീകരിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നാം പാപം ഉപേക്ഷിക്കുന്നത് ദൈവത്തിന് സന്തോഷം, നാം അനുതപിക്കുന്നത്, എളിമപ്പെടുന്നത്, പാപം അവസാനിപ്പിക്കുന്നത്, ദുഷ്ടത അവസാനിപ്പിക്കുന്നത് സ്വർഗം മുഴുവൻ സന്തോഷിക്കാൻ തക്കവണ്ണം 99 നീതി ചെയ്ത് നീതിയുടെ പൂർണ്ണതയിൽ ജീവിക്കുന്ന 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ ദൈവത്തിനും സ്വർഗത്തിനും വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് പാപം ഉപേക്ഷിക്കുന്ന പ്രവൃത്തി, അനുതപിക്കുന്ന പ്രവൃത്തി, പിന്തിരിയുന്ന ജീവിതം, ദൈവത്തിലേക്ക് തിരിയുന്നൊരു ഹൃദയം, ദൈവത്തിന് തുറക്കുന്നൊരു ഹൃദയം. അത്രമാത്രം വിലയുള്ളത്, അത്രമാത്രം സ്വർഗം മാനിക്കുന്നത്. Praise the Lord. Praise the Lord. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കുന്നു. ഇപ്പോൾ ഏതൊക്കെ ദുഷ്ടതയിലാണോ അകപ്പെട്ടിരിക്കുന്നത്, ഏതൊക്കെ തിന്മയിലാണോ അകപ്പെട്ടിരിക്കുന്നത്, അത് ഉപേക്ഷിക്കുമ്പോൾ 99 നീതിമാന്മാരെ കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്ന അധികമായി ഈ കുടുംബത്തെ കുറിച്ച് കർത്താവ് സന്തോഷിക്കും. ഈ ഒരു ജീവിതത്തെ കുറിച്ച് കർത്താവ് സന്തോഷിക്കേണ്ടവരും. ഓ ദൈവത്തിന്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, അതിനുവേണ്ടി എന്നെ ഒരുക്കണമേ, അതിനുവേണ്ടി എന്നെ സജ്ജീകരിക്കണമേ, അതിനുവേണ്ടി എന്നെ ഉണർത്തണമേ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മാവേ, അഗ്നിയായി നിറയണമേ. പരിശുദ്ധാത്മാവേ, ആത്മാവേ, അഗ്നിയായി നിറയണമേ. വ്യാപരിക്കണമേ. പാപത്തി ശക്തിമേനി അഗ്നിയയക്കൂ, രോഗത്തി ശക്തിമേനി അഗ്നിയയക്കൂ, ഇടപെടണമേ. അകച്ചത ശക്തിമേനി അഗ്നിയയക്കൂ. പരിശുദ്ധാത്മാവേ, ദൈവമേ അഗ്നിയയക്കൂ. ഒരുമിച്ച് പാപത്തി ശക്തിമേനി അഗ്നിയയക്കൂ, രോഗത്തി ശക്തിമേനി അഗ്നിയയക്കൂ, ഉണർവിന്റെ ശക്തിയെ, അകച്ചത ശക്തിമേനി അഗ്നിയയക്കൂ. സ്വർഗ്ഗശക്തിയെ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, ആത്മാവ ദൈവമേ അഗ്നിയയക്കൂ, പരിശുദ്ധാത്മാവേ, ദൈവമേ അഗ്നിയയക്കൂ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആത്മാവേ, കൃപയുടെ ആത്മാവേ നിറയണമേ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം 7-ാം തിരുലിഖിതം. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് എന്നതിനേക്കാൾ അധികമായി അനുതപിക്കുന്ന ഒരു പാപിയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ദിവ്യസക്രാരിയിൽ ഈശോ വാഴുന്നിതാ, പൂജ്യമാമോസ്തിയിൽ ദിവ്യകാരുണ്യമായി നിത്യജീവൻ തരാൻ, സ്വർഗരാജ്യം തരാൻ സ്നേഹകൂദാശയായി ഈശോ അണയുന്നിതാ. ദിവ്യകാരുണ്യമേ, സ്നേഹമേ, സ്വർഗീയമാം വരദാനമേ, നിന്നെ സ്തുതിക്കുന്നു, നിന്നെ നമിക്കുന്നു, നിത്യവും ആരാധിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. രക്ഷിതാവായ യേശുവിന്റെ ശരീരത്തിൽ നിന്ന് ശക്തി പുറപ്പെട്ട് ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കുന്ന സമയമാണ്. ഇപ്പോൾ കുടുംബങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സർവശക്തിയോടുകൂടെ യേശുവിനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ആരാധന ആരാധന ഹല്ലേലൂയ സ്വർഗീയ